ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇച്ചിരി ഹീബ്രു പഠിക്കാൻ പോവാണേ. കഴിഞ്ഞ ദിവസമേ ഞങ്ങൾ ഹീബ്രു ക്ലാസ്സിൽ ഈ ഗ്രീൻ ലീവ്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ പേര് പഠിച്ച മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ്. ഇസ്രായേലിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ ഒത്തിരി വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും അത്യാവശ്യം ഈ വസ്തുക്കളുടെയൊക്കെ പേരുകളൊക്കെ അറിയാം. പക്ഷെ പുതിയതായിട്ട് വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് കുറച്ച് നമ്മൾ അത്യാവശ്യം വീടുകളിൽ ഉപയോഗിക്കുന്ന ഇലകളുടെ പേരുകൾ, പഴങ്ങളുടെ പേരുകൾ, വെജിറ്റബിൾസിന്റെ പേരുകൾ, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ തോന്നിയ ഒരു ആശയത്തിൽ നിന്നാണ് ഈ വീഡിയോ കേട്ടോ. ഇവിടെ ഇസ്രായേലില് ഇവിടുത്തെ ഒരു ട്രഡീഷനാണ്. സാധാരണ അവര് കുടുംബക്കാരെല്ലാവരും കൂടെ കൂടി ഒരു ഡിന്നറോ ലഞ്ചോ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ടീ കുടിക്കുന്ന ഒരു രീതി, അത് അവരുടെ ഒരു രീതിയാണ്. ഇപ്പോൾ കോഫി വേണ്ടവർ ബ്ലാക്ക് കോഫി വേണ്ടവർ ബ്ലാക്ക് കോഫി കുടിക്കും, നെസ്കഫെ വേണ്ടവർ നെസ്കഫെ കുടിക്കും. അതല്ലാത്തവർ ഗ്രീൻ ടീ കുടിച്ച് ശീലമുള്ളവർ അവർ സാധാരണ ചെയ്യുന്നത് അവരുടെ മുറ്റത്തൊക്കെ തന്നെ അവർ നട്ടു വളർത്തുന്ന അല്ലെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന ഹെർബൽസ്, കുറെ ഹെർബ്സ് ഇട്ട് ഒരു ജഗ്ഗിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കും. ആവശ്യമുള്ളവരെടുത്ത് കുടിക്കും. അത് ഇവിടുത്തെ ഒരു രീതിയാണ്. ഞാനും ചെയ്യാറുണ്ട് അങ്ങനെ. അപ്പോൾ അത്യാവശ്യം നമ്മൾ സാധാരണ വീടുകളിൽ അല്ലെങ്കിൽ വീട്ടുമുറ്റത്ത് കണ്ടുവരുന്ന അല്ലെങ്കിൽ അവർ സാധാരണ നട്ടുപിടിപ്പിക്കാറുള്ള അവർ സാധാരണ ഉപയോഗിക്കുന്ന കുറച്ച് ഹെർബ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ അതിൻ്റെ പേരുകൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ നാട്ടിലും ഉള്ളതാണ്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയില്ല. ഇഞ്ചിപ്പുല്ലെന്നോ അങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലേക്ക് ഇഞ്ചിപ്പുല്ലെന്ന് പറയും. എങ്ങനെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ? ഇതിന് ലിമോനീത്ത് എന്നാ പറയുന്നത് കേട്ടോ, ലിമോനീത്ത്. പിന്നെ അല്ലാതെ അവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതും. ലെമന്റെ മണമാണ് ഇതിന്. ലെമന്റെ മണവും ടേസ്റ്റുമാണ്. ഇതിന് പറയുന്നത് ലൂയിസ എന്ന് പറയും, ലൂയിസ. ഓക്കെ. പിന്നെ അവർ സാധാരണ ആ ഗ്രീൻ ടീക്കകത്ത് ഇടുന്ന വേറൊരു ഹെർബാണ് ഇത് മർവ എന്ന് പറയും. മർവ. ഈ മർവ നമ്മുടെ പീരിയഡിന്റെ സമയത്തെ പെയിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ, ഈ മർവ ഇട്ട് വെള്ളം കുടിക്കുന്നത്. ഇതിന്റെ പേരാണ് മർവ. പിന്നെ സാധാരണ അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ മിന്റ്, നമ്മുടെ നാട്ടിലെ പുതിനയില്ലേ, പുതിനയില. ഇതിന് ഹീബ്രുവിൽ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് മിന്റ് എന്നാണ്, ഹീബ്രുവിൽ പറയുന്നത് നാന. ഓക്കെ. പിന്നെ ഉള്ളത് സാത്തർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഇലയും അവർ ഇടാറുണ്ട്. സാത്തർ, ഇതാണ് സാത്തർ. നമ്മൾ ഈ പീത്ത ബ്രെഡിന്റെ മേലെ ഒരു പച്ച കളറിൽ ഒരു സംഭവം ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ച് നിങ്ങൾ കഴിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? അത് ഇതിന്റെ കുരുവാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് സീഡുണ്ട്. ഇതിന്റെ ഇലയും സീഡും കൂടി പൊടിച്ചെടുത്ത പൊടിയാണ് ഒലിവ് ഓയിലൊക്കെ ചേർത്ത് നമ്മുടെ ബ്രെഡിന്റെ പുറത്ത് വെക്കുന്നത്. ഇത് വെള്ളം കുടിക്കാനും ഉപയോഗിക്കും. ഇതിന്റെ പേരാണ് സാത്തർ. ഇത് അറബിക്കിലും സാത്തർ എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരില ഇവരുപയോഗിക്കുന്നതാണ് ഇതും കണ്ടാൽ സാത്തർ പോലെ തന്നെ ഇരിക്കും, പക്ഷെ സാത്തർ അല്ല. ഇതിന് മർമറീന എന്ന് പറയും, മർമറീന. ഓക്കെ. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ ഞാൻ സാധാരണ ഇതിന്റെ കൂട്ടത്തിൽ, ഇസ്രായേലികൾ ഉപയോഗിക്കാറില്ല, ഞാൻ സാധാരണ ഇങ്ങനെ ചെയ്യുമ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചിടും. ഒരു 2 പീസ് നാരങ്ങ വട്ടത്തിൽ മുറിച്ച്, പിഴിയത്തൊന്നുമില്ല, വട്ടത്തിൽ മുറിച്ച് അങ്ങനെ ഇടും. അപ്പൊ ഇഞ്ചിക്ക് നമ്മൾ ജിഞ്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. ഹീബ്രുവിലും ജിഞ്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഇതിന് അറബിക്കില് ഇതിന് സെഞ്ചബിൽ എന്ന് പറയും. അത് ജൂവിഷ് ആൾക്കാരും ഉപയോഗിക്കാറുണ്ട്, ആ വാക്കും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി എല്ലാവരും ജിഞ്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാരങ്ങയ്ക്ക് പറയുന്നത് ലിമോൺ. അപ്പോ എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഒരു സംഭവത്തിലേക്കാണ് ഇത് ഇട്ട് വെക്കുന്നത്. ഇതിന് ഹീബ്രുവിൽ പറയുന്നത് കൻഗാൻ എന്നാണ് കേട്ടോ, കൻഗാൻ. ഇതിന്റെ ഉള്ളില് ഇതുപോലെ ഫിൽറ്റർ പോലെ ഒരു സംഭവമുണ്ട്. ഈ ഫിൽറ്ററിന് ഇതിന് പറയുന്നത് മിസന്നേനത്ത് എന്നാണ്, മിസന്നേനത്ത്. ഇതിന് മാത്രമല്ല, നമ്മൾ എന്ത് ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഇപ്പൊ അരി കഴുകി കുതിരാൻ വെക്കുന്നു, അല്ലെങ്കിൽ പാസ്ത ഉണ്ടാക്കിയിട്ട് വെള്ളം പോകാനായിട്ടൊക്കെ വെക്കുന്ന സംഭവങ്ങളില്ലേ, പല ആകൃതിയിലുള്ളതുണ്ട്. അതിനെല്ലാത്തിനും മിസന്നേനത്ത് എന്നാണ് പറയുന്നത്. അതായത് അരിപ്പ എന്നുള്ള അർത്ഥമാണത് കേട്ടോ, മിസന്നേനത്ത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വെച്ച് ഇതിനകത്തേക്കാണ് നമ്മൾ ഈ ഹെർബെല്ലാം കൂടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കുന്നത്. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നത്, ഇത് നിറച്ച് ചൂടുവെള്ളം എടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് പീസായിട്ട് കട്ട് ചെയ്തിട്ട്, നാരങ്ങ ഒരു 2 കഷ്ണം അരിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് തന്നെ ഇടും. എന്നിട്ട് നമ്മൾ ഈ ഹെർബ്സ് എല്ലാം കൂടെ ഉണ്ടല്ലോ, ഈ ഫിൽറ്ററിനകത്ത് വേണം വെക്കാൻ. അത് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലാം കൂടെ ഇങ്ങനെ വെച്ച് നിറയ്ക്കുക. ഇതിനകത്ത് വെച്ച് നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഈ കൻഗാൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. ഈ ഇറങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം എടുക്കുകയും ചെയ്യണം. ഇതിനി
ഇവിടെ ഇരുന്നോളും. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വെള്ളത്തിൻ്റെ നിറം മാറും. ഇതിൻ്റെ ഫുൾ ഇതിനകത്ത് എന്തൊക്കെ സത്തുണ്ടോ അതെല്ലാം ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറങ്ങും. ഓക്കെ. സാധാരണ നമ്മൾ ഇപ്പം ചൂടുകാലമാണ്. ചൂടുകാലത്ത് നല്ലപോലെ വെള്ളം കുടിക്കേണ്ട സമയമാണ്. എല്ലാവരും എപ്പോഴും ചൂടുകാലത്ത് തണുത്ത വെള്ളം കുടിക്കുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചൂടുകാലത്ത് നമ്മൾ ചൂടുവെള്ളം തന്നെ കുടിക്കുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഒന്നും ഇഷ്ടമില്ല. പക്ഷേ ഇതുകൊണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുടിക്കാൻ പാകത്തിനൊരു ചെറിയ ചൂടിൽ കിട്ടും. നമ്മൾ നാട്ടിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വയറിനൊക്കെ ഒത്തിരി നല്ലതാണ്. കാരണം നമ്മൾ എത്ര തരം ഹെർബ്സിനകത്തുണ്ടെന്ന് നോക്കിയേ. ഇതിനെല്ലാത്തിനും ഓരോ ധർമ്മമാണ്. അതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്ന പല പല ഔഷധങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കുടിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ കുറച്ച് വാക്കുകൾ പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് ചെയ്തപ്പോൾ കാണിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ നിറം മാറുവേ. ക്യാമറയിൽ അധികം തിരിയുന്നുണ്ടാവില്ല, പക്ഷേ ഈ വെള്ളം ഒരു ചെറിയ പച്ച കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും വെള്ളം നല്ലപോലെ കളർ മാറും കേട്ടോ. നല്ല മണമാണ്, കുടിക്കാൻ തന്നെ തോന്നും നമുക്ക്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇതുപോലെ നമുക്ക് ജോലിക്ക് ആവശ്യമായ ഓരോ വസ്തുക്കളുടെയും പേരുകൾ പറഞ്ഞു തരാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സേഫായിട്ടിരിക്കൂ. യുദ്ധം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ ബൈ.